ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മളുടെ ഇന്നർ സെൽഫിനെ അതിലേക്ക് തിരിച്ചു പോകുന്ന ഒരു യാത്ര 11 ദിവസവും ഒരു വിഘ്നവുമില്ലാതെ കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടണം. അതാണ് ഇൻറ്റൻഷൻ. നമ്മൾ പ്യുവർ ആകുന്നതോടുകൂടി, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ പ്യുവർ ആകുന്നതോടുകൂടി, നമ്മുടെ ഫീലിങ്സ് ഇമോഷൻസും പ്യുവർ ആകുന്നതോടുകൂടി നമ്മുടെ ലൈഫിൽ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും. സോ ക്ലോസ് യുവർ ഐസ്, ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Once again, take a deep breathe in and breathe out. Set your intention. Yes, നമ്മുടെ സോളിലേക്ക് ഉള്ള ഒരു ജേണിയാണ്, നമ്മുടെ ഓതന്റിക് എസെൻസിലേക്കുള്ള ഒരു ഡിവൈൻ സെൽഫിലേക്കുള്ള ഒരു ജേണിയാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈഗോയുടെ മുകളിൽ, എല്ലാ റോൾസിൻ്റെയും മുകളിൽ, എല്ലാ കണ്ടീഷൻസിൻ്റെയും മുകളിൽ, എല്ലാ നെഗറ്റീവ് ബിലീഫ്സിൻ്റെയും മുകളിൽ നമ്മളാകുന്ന ആ കോറിനെ, പരിപാവനമായ നമ്മുടെ സെൽഫിലേക്ക് റീച്ച് ചെയ്യാനുള്ള തിരിച്ചുപോക്കാണ്. ഒരു ഇന്നർ റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ ഒരു ഇന്നർ സ്റ്റിൽനെസ്സിലേക്കുള്ള ഒരു യാത്രയാണ്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള ഫസ്റ്റ് തുടക്കമാണ് ഇവിടെ ഉള്ളത്. ആ യാത്രയിലേക്ക് പോകാൻ നിങ്ങൾ പ്യുവർ ഒരു ഇൻറ്റൻഷൻ കൊടുക്കുക. 11 ദിവസത്തെ ജേണി, എന്നിലേക്കുള്ള യാത്ര, തിരിച്ചറിവുകളുടെ ഒരു യാത്രയായിരിക്കും ഇത്. കൂടുതൽ ആ ഡിവൈൻ സെൽഫിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ആ മഹനീയ മുഹൂർത്തം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. വളരെ സന്തോഷത്തോടുകൂടി, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, സമാധാനമായിട്ട് കണ്ണുകൾ തുറക്കാം. ഈ ഒരു ജേണിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ്. അവിടെ ഒരു വളരെ സമാധാനപരമായ ഒരു കുന്നിൻ ചെരുവ്, ഒരു താഴ്വര. അവിടെ ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും പരിചിതമായ ഒരു പെൺകുട്ടിയാണ് മെഹ്റ. എല്ലാവർക്കും മെഹ്റയെ ഭയങ്കര ഇഷ്ടമാണ്. മെഹ്റയെ ഇഷ്ടപ്പെടുന്ന മെഹ്റയുടെ ബ്യൂട്ടി കൊണ്ടല്ല, മെഹ്റയുടെ സമ്പത്ത് കൊണ്ടല്ല, അതല്ലെങ്കിൽ അവളുടെ ആകർഷണീയത കൊണ്ടൊന്നുമല്ല, ബുദ്ധി കൊണ്ടുമല്ല. പക്ഷെ എല്ലാവർക്കും അവളെ ഇഷ്ടം അവളുടെ ക്യൂരിയോസിറ്റി കൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആഗ്രഹം, ഭയങ്കര ക്യൂരിയസ് ആണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും മെഹ്റയെ ഇഷ്ടം. അപ്പോൾ ഒരു ദിവസം മെഹ്റ താമസിക്കുന്നത് മെഹ്റയുടെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പമാണ്. അപ്പോൾ പതിവ് പോലെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മെഹ്റ അവരുടെ അച്ഛാമ്മയുടെ കുറെ കൂട്ടിയിട്ടേക്കുന്ന, ഡംപ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ കൂട്ടിയിട്ടേക്കുന്ന ഒരു മുറിയുണ്ട്. ആ മുറി ഇങ്ങനെ തുറന്നിട്ട് അതിനകത്ത് ഓരോ സാധനങ്ങൾ എടുത്ത് മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് അവളൊരു പുക മൂടിയൊരു വിളക്ക് പോലത്തെ ഒരു സാധനം കാണുന്നുണ്ട്. അതായത് പഴയ പുസ്തകത്തിന്റെയും വേസ്റ്റിന്റെയും ഒക്കെ ഇടയിലാണ് കിടക്കുന്നത്, പഴയ തുണികൾ അതിൻ്റെയൊക്കെ ഇടയിൽ. അപ്പൊ ആ വിളക്കെടുത്ത് നോക്കുമ്പോൾ അതിങ്ങനെ എടുത്ത് കൈവച്ചെടുത്തപ്പോൾ തന്നെ നല്ല ഡസ്റ്റിയാണ്. അതിങ്ങനെ ക്ലിയർ ആക്കിയപ്പോൾ തന്നെ അവർ ഭയങ്കര അതിശയം കൊണ്ട് അവൾ വീണ്ടും നോക്കുകയാണെ. അത് ക്ലീൻ ആക്കുന്നതനുസരിച്ച് അതിനകത്തു നിന്നും പ്രകാശം വരുന്നു. പ്രായമായ മുത്തശ്ശി വളരെ സമാധാനത്തോടുകൂടി, ഒരു മന്ദസ്മിതത്തോടുകൂടി പറഞ്ഞു, ഇത് സാധാരണ വിളക്കല്ല. ഓരോരുത്തർക്കും ജനിക്കുന്ന സമയം തന്നെ കിട്ടുന്ന ഒരു പ്രകാശമുണ്ട്. പക്ഷെ ആരും അതിനെ ശ്രദ്ധിക്കാറ് പോലുമില്ല. ജീവിതത്തിൽ ഉടനീളം അവർ പുറമേ വെളിച്ചം തേടി ഇങ്ങനെ അലയും. പക്ഷെ ആ വെളിച്ചം അവരുടെ ഉള്ളിലാണെന്നും, ഒരു സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രസൻസ് കൊണ്ട് നമുക്ക് ആ പ്രകാശത്തെ അനുഭവിക്കാൻ കഴിയുമെന്നും അറിയാതെ പോകുന്നു. അപ്പൊ നമ്മൾ ഏതൊക്കെയോ സെൽഫ്സിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഈ അവേക്കണിങ്, നമ്മൾ സോളിന്റെ ഡിവൈൻ സെൽഫിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ എവിടെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഏതൊക്കെയോ ഐഡന്റിറ്റീസിലാണ് കിടക്കുന്നത്. നമ്മുടെ സർവൈവൽ ഒരു പ്രശ്നമാണ്, സമൂഹം ഒരു പ്രശ്നമാണ്, നമ്മുടെ സ്റ്റോറി ഒരു പ്രശ്നമാണ്, നമ്മുടെ മെമ്മറീസ് ഒരു പ്രശ്നമാണ്. ഇതൊക്കെ ചേർന്ന് ഈഗോ ഒരു പ്രശ്നമാണ്. നമ്മൾ എവിടേക്കോ കിടക്കുകയാണ്. ഒന്നാമത് നമ്മൾ കിടക്കുന്നത് ഇതിലേതിലാണ് നിങ്ങളുള്ളത്, ഏത് സെൽസിലാണ് നിങ്ങൾ ടൈ ചെയ്യപ്പെട്ട് കിടക്കുന്നതെന്ന് എൻ്റെ അടുത്തൊന്ന് പറയണം കേട്ടോ. എൻ്റെ അടുത്ത് പറയണമെന്നില്ല, ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി, ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാലും മതി. ഒന്നാമത്തെ സെൽഫ് എന്ന് പറയുന്നത് ഈഗോ സെൽഫാണ്. ഇത് ഡ്രൈവ് ചെയ്യുന്നത് കുറേയധികം ഇമേജുകൾ, കൺട്രോൾ, കമ്പാരിസൺസ്, നമ്മളുടെ സെൽഫ് ഇംപ്രഷൻസ്, ഇതെല്ലാം ഈഗോയിനെ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ, എൻ്റെ ഇമേജിന് കോട്ടം സംഭവിക്കുന്നതൊന്നും ഞാൻ ചെയ്യത്തില്ല. മിസ് കേരള, മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുത്തു, അവിടെയൊക്കെ നമ്പർ 1 ആയി. പക്ഷേ ഇത് ചെറിയൊരു കാര്യം വന്നപ്പോൾ ഒരു ബ്യൂട്ടി പേജന്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു. അവരെ ഈഗോയെ ഹേർട്ട് ചെയ്ത്, അവരെ ഇമേജിന് കോട്ടം വന്ന് എന്തോ അവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഈഗോ സെൽഫിൽ നിന്ന സമയത്ത് ആയിരിക്കാം മേ ബി അവിടെ നമ്മൾ വിശ്വസിക്കുന്ന എന്താണ്, ഈഗോ സെൽഫിലാണ് ഐ ആം വാട്ട് ഐ അച്ചീവ്, അല്ലെങ്കിൽ ഞാൻ നേടിയ നേട്ടങ്ങൾ ആണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഓൺ ചെയ്തിരിക്കുന്ന പൊസിഷൻസ് ആണ് ഞാൻ, വീട്, ബംഗ്ലാവ്, ബാങ്ക് ബാലൻസ്, എൻ്റെ ഫോറിൻ ട്രിപ്പ്, ഇതാണ് ഞാൻ. അതാണ് ഈഗോ സെൽഫിലാണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ മറ്റുള്ളവരുടെ മുമ്പിൽ അപ്പിയർ ചെയ്യുന്നത് അതാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്നതാണ് ഈഗോ സെൽഫിന്റെ പ്രത്യേകത.
ഇതിന്റെ കുഴപ്പം എന്താണെന്നറിയോ? വി ഫീൽ, അവിടെ ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണ്? ആങ്ഷ്യസ് ആണ്. നഷ്ടപ്പെട്ടു പോവോ എൻ്റെ ഈഗോയ്ക്ക്, അല്ലെങ്കിൽ എൻ്റെ ഈ പൊസിഷൻസ്, അല്ലെങ്കിൽ എൻ്റെ ഈ ഇമേജ് തകർന്നു പോകുമോ? ആങ്സൈറ്റി ഉണ്ടാവും. ഒരു സുപ്പീരിയർ ഈഗോയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇൻഫീരിയർ ഈഗോയിലേക്ക് പോകാം. അൺസ്റ്റേബിൾ ആയിരിക്കും. ഒരിക്കലും സ്റ്റേബിൾ അല്ല ഈഗോ സെൽഫിലാണെങ്കിൽ. ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടുകയില്ല നമ്മൾ ഈഗോ സെൽഫിലാണെങ്കിൽ. ഇതാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ. രണ്ടാമത്തെ സെൽഫ്, ദ റോൾ സെൽഫ്. പല തരത്തിലുള്ള റോളുകളിലൂടെ ജീവിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? നമ്മൾ ചിലപ്പോൾ ടീച്ചറായിരിക്കാം, ചിലപ്പം ലെക്ചറർ ആയിരിക്കാം, ബാങ്ക് മാനേജർ ആയിരിക്കാം, ഇൻഷുറൻസ് ഓഫീസർ ആയിരിക്കാം, അച്ഛനാണ്, മകനാണ്, ബ്രദറാണ്, സഹോദരനാണ്, സഹോദരിയാണ്, കാമുകിയാണ്, ഭാര്യയാണ്, ഭർത്താവാണ്. ഇങ്ങനെ പല ടൈറ്റിലുണ്ട് നമുക്ക്. ഈ റോൾ സെൽഫ് എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യുന്ന നമ്മുടെ ടൈറ്റിലാണ്. ഓരോ ടൈറ്റിലും എക്സ്പെക്ടേഷൻസ് ഉണ്ട്. മദറിന്റെ ഒരു എക്സ്പെക്ടേഷൻ മക്കളെ കുറിച്ചുണ്ട്. അതുപോലെ ഒരു ലീഡർ ആണെങ്കിൽ അവരുടെ അനുയായികളെ കുറിച്ച്, ഫോളോവേഴ്സിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. വൈഫ് ആണെങ്കിൽ കുട്ടികളെ, ഹസ്ബൻഡിനെ, ഫാമിലിയെ, അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എല്ലാവർക്കും എക്സ്പെക്ടേഷൻ. ടീച്ചർ, എല്ലാ റോളിലും ടീച്ചറാണ്, ലെക്ചറാണ്, കോച്ചാണ്. ആ എല്ലാ റോളിലും എക്സ്പെക്ടേഷൻസ് ഉണ്ട്, ടൈറ്റിൽസ് ഉണ്ട്. അവിടെ വരുന്ന ബിലീഫ് ഏതാണെന്നറിയാം? ഐ മസ്റ്റ് ഫുൾഫിൽ ദിസ് റോൾ പെർഫെക്റ്റ്ലി ടു ബി ലവ്ഡ്. മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണമെങ്കിൽ, എനിക്ക് ആദരവ് കിട്ടണമെങ്കിൽ ഞാൻ ഈ റോള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അതാണ് റോൾ സെൽഫിലാണെങ്കിലുള്ള പ്രത്യേകത. അവിടെ ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണ്? ഓവർവെയിംഡ് ആവും, ചിലപ്പോൾ ബേൺഡ് ആവും, ലിമിറ്റഡ് ആവും. നമ്മൾ അൺസീൻ, ചിലപ്പോൾ നമുക്ക് പറ്റാതെ ഓവർവെയിംഡ് ആയിട്ട് നമ്മൾ അൺസീൻ ആവും. കുറച്ചു കാലം നമ്മൾ എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കും. ചിലപ്പോൾ പറയല്ലേ, എനിക്ക് ജോലി ചെയ്ത് ഞാൻ മടുത്തു. വൈഫിന്റെ റോള് പറയണം. അതായത് അപ്പം മറ്റുള്ളവർ ഒരു ദിവസം കറി മോശമായി കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്ത് പറയും, കുട്ടികൾ എന്ത് പറയും, റിമാർക്സ് പറയുമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും നന്നാക്കും. അവരെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജീവിക്കും. അതാണ് റോൾ സെൽഫിലാണെങ്കിലുള്ള പ്രശ്നം. മൂന്നാമത്തെ സെൽഫാണ് ഊണ്ടഡ് സെൽഫ്, മുറിവേറ്റ സെൽഫ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഊണ്ടഡ് സെൽഫ് ഉണ്ട്. ഈ ഊണ്ടഡ് സെൽഫ്, ആ സെൽഫിൽ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ അത് ഡ്രൈവ് ചെയ്യുന്ന ട്രോമയാണ്. റിജക്ഷൻ, ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, ട്രോമ. ഈ ഊണ്ടഡ് സെൽഫ് പലർക്കും, ഈ ഓരോ സെൽഫും ഏതെങ്കിലും ഒന്നോ രണ്ടോ ഡോമിനേറ്റ് ചെയ്യും. നമ്മളെല്ലാവരുടെയും ലൈഫ് എടുത്ത് നോക്കി അറിയാം, നമ്മൾ ഏതിലൊക്കെയോ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈഗോ സെൽഫിലായിരിക്കും, അല്ലെങ്കിൽ റോൾ സെൽഫിലായിരിക്കും, ചിലപ്പോൾ ഊണ്ടഡ് സെൽഫിലായിരിക്കും. ലൈഫിൽ ഈ ഒരുപാട് വിക്ടിം സ്റ്റോറി, അതായത് ഒരു ബുദ്ധിമുട്ട്, സങ്കടം, വിഷമം, ഫിനാൻഷ്യൽ ക്രൈസിസ്, സ്കേഴ്സിറ്റി ഒക്കെ വരുന്നവർ എന്തായാലും ഈ ഊണ്ടഡ് സെൽഫിലായിരിക്കും നിൽക്കുന്നത്. അവിടെ നിൽക്കുന്നതിനുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഊണ്ടഡ് സെൽഫിൽ എന്ന് വെച്ചാൽ എപ്പോഴും ട്രോമ, സങ്കടങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരും. എവിടെയൊക്കെ റിജക്ഷൻ ഉണ്ടോ, എന്തൊക്കെ ഫിയർ ഉണ്ടോ, എല്ലാം, എനിക്കിവിടെ ജീവിക്കാൻ പറ്റും, എല്ലാം എടുത്തുകൊണ്ട് വരുന്നത്. അതാണ് ഡ്രൈവ് ചെയ്യുന്നത്. എല്ലാ നെഗറ്റീവ് ഇമോഷനാണ് ഊണ്ടഡ് സെൽഫിൽ ഡ്രൈവ് ചെയ്യുന്നത്. അവിടെ വരുന്ന ബിലീഫ്സ് ആണെങ്കിലോ, ഐ മസ്റ്റ് പ്രൊട്ടക്ട് മൈ സെൽഫ് അറ്റ് ഓൾ കോസ്റ്റ്സ്. എല്ലാ കോസ്റ്റ്, ഏത് കോസ്റ്റ്, എന്ത് വന്നാലും ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇതൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ, ഇതിലൂടെ ഞാൻ കടന്നു പോയേ പറ്റുള്ളൂ. ഇതെന്റെ വിധിയാണ്. വുണ്ടഡ് സെൽഫിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതെന്റെ വിധിയാണ്. ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ വന്നുപോയി, ഇതിലൂടെ ഞാൻ കടന്നു പോകണം, അപ്പൊ ഇതൊക്കെ ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് വീണ്ടും വീണ്ടും അവിടെ തന്നെ കിടക്കും. അപ്പൊ സോള്, അവരുടെ ഫീലിംഗ് എന്താണെന്ന് അറിയാം? ഡിഫെൻസീവ് ആണ്, റിയാക്റ്റീവ് ആണ്, ഹൈപ്പർ വിജിലന്റ് ആണ്. ഇതിലേതെങ്കിലും ഒക്കെ ഡിഫെൻസീവ്, എന്ത് വന്നാലും അവരെ റെസിസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മളെ ഫീൽ ചെയ്യുന്ന ഇമോഷൻ എന്ന് പറയുന്നത്. ഈ വൂണ്ടഡ് സെൽഫിലാണെങ്കിൽ ഡിഫെൻസീവ് ആണ്. ഇപ്പൊ നമുക്ക് നല്ലൊരു കാര്യം, നമുക്ക് നന്മ വരുന്നൊരു കാര്യം അപ്പുറത്തേക്കുന്ന ഒരു ആള് പറഞ്ഞാൽ പോലും നമ്മൾ അഡ്മിറ്റ് ചെയ്യത്തില്ല, നമ്മളത് ശരിയാണെന്ന് വിശ്വസിക്കത്തില്ല. ഇത് എന്നെ മുറിപ്പെടുത്താൻ, അല്ലെങ്കിൽ എനിക്ക് ഇനിയും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള തോട്ട്സ് ആയിരിക്കും നമുക്ക് വരിക. അതുപോലെ തന്നെ കംപ്ലീറ്റ് റെസിസ്റ്റൻസ് ആണ് ഈ വൂണ്ടഡ് സെൽഫിലാണെങ്കിൽ. റിയാക്ട് ചെയ്യും, റെസ്പോൺസ് എന്ന ഒരു കാര്യമില്ല. ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കും. നമ്മളെ ആങ്കറും ഗ്രഡ്ജും ഒക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. അതുപോലെ ഹൈപ്പർ വിജിലന്റ് ആയിരിക്കും, ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കും. എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നത്, എന്നെ തന്നെയാണോ പറഞ്ഞത്, അത് എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് ഉള്ളൊരു ഫീലിങ്ങിലാണ് അവർ ജീവിക്കുന്നത്. ഈ സമയം നമ്മുടെ സോള് പറയുന്നതെന്നറിയാമോ? യു ആർ സേഫ് ടു ഹീൽ. സോള് വിസ്പർ ചെയ്യുന്ന അതാണ്, നിങ്ങൾ നീ ഹീൽ ചെയ്യൂ, അവിടെയാണ് നിനക്ക് സേഫ്റ്റി കിട്ടുന്നത്, നീ ഹീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്തത് നാലാമത്തെ സെൽഫ് എന്ന് പറയുന്നത് ദ കണ്ടീഷൻഡ് സെൽഫ്. ഈ വൂണ്ടഡ് സെൽഫ്, കണ്ടീഷൻഡ് സെൽഫ് ഒക്കെ പ്രശ്നമാണ്. കണ്ടീഷൻഡ് സെൽഫാണ് അത് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന കൾച്ചർ, അപ്ബ്രിങ്ങിങ്, റിലീജിയസ് ഡോഗ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. മതം, പിന്നെ നമ്മളെ സമൂഹം, നമ്മുടെ ഫാമിലി, എൻവയോൺമെന്റ്, ഇതൊക്കെയാണ് കണ്ടീഷൻ ചെയ്ത സെൽഫ്.
ആ കണ്ടീഷൻ സെൽഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം, പണക്കാർ ഇങ്ങനെയാണ്, പാവപ്പെട്ടവർ ഇങ്ങനെ ആയിരിക്കും, കണ്ടീഷൻഡ് ആണ്. അല്ലെങ്കിൽ ഈ ആളുകളെ എല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ല, ആരോടത്തും പോയി നിങ്ങൾ ആര് പറയുന്നതും കേൾക്കരുത്, കണ്ടീഷൻ. പാരന്റ്സ്, എൻവയോൺമെന്റ് എല്ലാം കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ. ഈ കണ്ടീഷന്റെ സെൽസ് ബിലീവ് ചെയ്യുന്നത് ദിസ് ഈസ് ജസ്റ്റ് ദ വേ തിങ്സ് ആർ, ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം. കണ്ടീഷൻഡ് ആയിട്ടുള്ളവർക്ക് ഒരിക്കലും മാറി ചിന്തിക്കത്തില്ല, ഇങ്ങനെയാണ് കാര്യങ്ങൾ. എന്റെ കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ ആയിരിക്കണം. കാരണം എന്റെ അമ്മയും അച്ഛനും ഇങ്ങനെയായിരുന്നു, എന്റെ അമ്മ അങ്കിളും ആന്റി ഇങ്ങനെയായിരുന്നു, എന്റെ അപ്പനും അമ്മയും ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് നീ ഇങ്ങനെ ആയിരിക്കണം, ഇതാണ് ശരി എന്ന് കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഭാര്യയോട് പറയും, അല്ലെങ്കിൽ ആ കണ്ടീഷനാണ് പറയുന്നത്. അതുപോലെ അവര് പാരന്റ് ആയാലോ, നീ ഇങ്ങനെയല്ല, സ്നേഹം കൊടുക്കാൻ പാടില്ല, സ്നേഹം കംപ്ലീറ്റ് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ചീത്തയായി പോവും, സ്നേഹം അടക്കി പിടിച്ച് വളർത്തണം, സ്നേഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ. ഈ തരത്തിലുള്ള കണ്ടീഷനിങ് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കും, നമ്മൾ എവിടെയൊക്കെ കണ്ടീഷനിലാണ്. കണ്ടീഷൻ ചെയ്യുന്ന ഒരു സെൽഫ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആ കണ്ടീഷന്റെ സെൽഫ് ഇതാണ് പറയുന്നത്. അവിടെ അവരുടെ പ്രശ്നം എന്ന് പറയാൻ സ്റ്റക്ക് ആയി പോകുന്നു, ഫീൽ സ്റ്റക്ക്, ലിമിറ്റഡ്, കൺഫ്യൂസ്ഡ്. വൗണ്ടഡ് സെൽഫിലും സ്റ്റക്ക് വരും, ഭയങ്കര സ്റ്റക്കാണ്, അങ്ങോട്ട് മുന്നോട്ട്. കാരണം ഇപ്പോൾ ആളുകൾ പറയുന്നു, ചിലപ്പോൾ എഡ്യൂക്കേറ്റഡ്, അവർ കണ്ടീഷൻഡ് ആവുന്നു, ആ കണ്ടീഷൻ ആയിരിക്കുന്ന ആ വ്യക്തി കുറച്ച് എഡ്യൂക്കേഷനൊക്കെ വരുന്നു, കുറെ കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു, അവയർനെസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്, ഇത് ഏതാണ് ശരി. എന്നിട്ട് പിന്നെ പറയും, നമ്മളെപ്പോഴും നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന നമ്മുടെ പാരൻസിനെയാണ്. ഒരു കുട്ടിയെ ഏറ്റവും ആദ്യം ട്രസ്റ്റ് ചെയ്യുന്ന പാരന്റിനെയാണ്. പാരന്റ് കുട്ടിയെടുത്ത് പറയണം നീ മിടുക്കനാണെന്ന് പറഞ്ഞാൽ കുട്ടി വിശ്വസിക്കും, ലോകത്ത് ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പൊ ഈ കുട്ടി ആദ്യം കേൾക്കുന്ന ഈ കണ്ടീഷനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പാരന്റ്സിൽ നിന്നും നമ്മളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നാണ്. അവര് പറയുന്നത് അവർക്ക് ഒരിക്കലും മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. രണ്ടാമത് മതമാണ്, അതും കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കാണ്. മതം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് മതം പറയുന്നത്, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എല്ലാ മതങ്ങളെയും ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന, നമുക്ക് തന്ന് കണ്ടീഷൻഡ് ആക്കിയിരിക്കുന്ന ഒരു ഇമോഷൻ എന്താണെന്നറിയാമോ? ഫിയർ ആണ്. അത് കണ്ടീഷൻഡ് ഇമോഷനാണ്. റിലീജിയനുമായിട്ട് നമ്മളെ കണ്ടീഷൻ ചെയ്യും, അങ്ങനെ ചെയ്താലേ പാപം കിട്ടും, അമ്പലത്തിൽ പോയില്ലെങ്കിൽ പാപം കിട്ടും, പള്ളിയിൽ പോയി നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പാപം കിട്ടും, ഖുർആൻ എടുത്ത് അവിടെ വെച്ചില്ലെങ്കിൽ പാപം കിട്ടും. ഇത് കണ്ടീഷനാണ്. ഈ കണ്ടീഷനിലാണ് നമ്മൾ സ്റ്റക്കായി പോകും, കൺഫ്യൂസ്ഡ് ആയി പോകുന്നു. സോ ഇവിടെ നമുക്ക് അവിടെയും നമ്മൾക്ക് സോള് പറയുന്നത് നിങ്ങൾക്ക് വീണ്ടും ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ടെന്നാണ്. ഇനി അടുത്തൊരു സെൽഫാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സെൽഫ്, പീപ്പിൾ പ്ലീസിങ് സെൽഫ്. പീപ്പിൾ പ്ലീസിങ് സെൽഫ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ പീപ്പിൾ പ്ലീസിങ് സെൽഫ് ഒരു അപ്രൂവൽ ആണ് അവരെ ഡ്രൈവ് ചെയ്യുന്നത്. എനിക്കൊരു അംഗീകാരം വേണം, അല്ലെങ്കിൽ ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റ്. ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ നിന്നില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ എൻ്റെ ജോലി പോകുമോ, അല്ലെങ്കിൽ അവരെ ആ കമ്പനിയിൽ നിന്ന് എന്നെ മിസ്ഫിറ്റ് ആക്കി പുറത്ത് തള്ളിക്കളയോ. ഞാൻ അവരോടൊപ്പം നിൽക്കണമെങ്കിൽ അവർ പറയുന്ന എല്ലാ കുറ്റങ്ങളും ഞാൻ കേട്ട് എസ് പറയണം. ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ എസ് എങ്കിലും പറയണം. അവരോടൊപ്പം നിന്നില്ല, വാലിഡേഷൻ, പീപ്പിൾ പ്ലീസിങ് സെൽഫ്. ഇത് അപ്രൂവലും ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റും ഒക്കെയാണ്. ഇവർ വിശ്വസിക്കുന്നത് ഇഫ് ഇറ്റ് മേക്ക് അതേഴ്സ് ഹാപ്പി ഐ വിൽ ബി സേഫ്. മറ്റുള്ളവരെ ഒരുപാട് ഭാര്യമാര് ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ഭർത്താവിനെ സന്തോഷപ്പെടുത്തി നിർത്തിയില്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരുടെ ഒരു സന്തോഷം കാണിച്ചില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവും, എൻ്റെ സുപ്പീരിയർ ഓഫീസറിനെ സോപ്പിട്ട് നിന്നില്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഈ ചെയ്യുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ പ്യോർ സെൽഫിനോട് നിങ്ങൾ കാണിക്കുന്ന അവഗണനയാണ്. അതുകൊണ്ട് തള്ളിയിട്ടേക്കാണ് ഇരുട്ടടഞ്ഞ മുറിയിൽ. അതിനകത്ത് നമ്മുടെ സെൽഫിനോട് കാണിക്കുന്ന ക്രൂരതയാണ് ഇതെല്ലാം തന്നെയും. അവിടെ ഫീലിംഗ് എന്താണ് വരുന്നത്? ഇൻവിസിബിൾ ആണ്, റീസൺഫുൾ, ടയേർഡ്. കാരണം ഞാനൊന്നുമല്ല എന്നുള്ളൊരു ഫീലിംഗ്. അത് ചെയ്തില്ല എങ്കിൽ ഞാനൊന്നുമല്ല. അതുപോലെ റീസൺഫുൾ ആവും. നമ്മളോട് തന്നെ കുറച്ചുകൂടെ കഴിയുമ്പം നമ്മളില്ലാത്ത കള്ളങ്ങൾ പറയുന്നു, അവരോട് എന്താ പറയുന്നത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു പുകഴ്ത്തുന്നു. നമ്മൾ ആത്മാവിനെ സ്പർശിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ തുടങ്ങും, നമ്മൾ ടയേർഡായി പോവും. ഈ പീപ്പിൾ പ്ലീസിങ് സെൽഫിൽ, അഞ്ചാമത്തെ സെൽഫിൽ നിൽക്കുകയാണെങ്കിൽ ഞാനിവിടെ പറയുന്നത് ദ അവേക്കൻഡ് സോൾ സെൽഫിനെ കുറിച്ചാണ്. അവിടെ എന്താണ് ഡ്രൈവ് ചെയ്യുന്നത്? നമ്മൾ പോകുന്ന യാത്ര ഇവിടെയാണ്. അവിടെ നമ്മൾ എന്താണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. അവിടെ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് പ്രസൻസ് ആണ്, ട്രൂത്ത് ആണ്, ലവ് ആണ്. നമ്മൾ ആ കോൺഷ്യസ്നെസ്, നമ്മൾ ബോധത്തിലാണ്. ഏറ്റവും മനോഹരമായ ലൈഫ് എന്ന് പറയുന്ന ബോധത്തോടു കൂടിയുള്ള ജീവിതമാണ്. ബോധം, അവെയർ ആവുന്ന ജീവിതം, ബോധത്തിലേക്ക് വരിക, അവെയർ ആവുക. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് മാറ്റം കൊണ്ടുവരുന്നത്. അല്ലാതെ ഒരു മോട്ടിവേഷനും നമുക്ക് മാറ്റം തരത്തില്ല, ഒന്നും നമുക്ക് മാറ്റം തരില്ല. ആ പ്രസൻസിലേക്ക് നമ്മൾ വരുന്നു, ട്രൂത്ത് മനസ്സിലാകുന്നു, സത്യം നമ്മൾ തിരിച്ചറിയുന്നു, ലവ്, പ്യുവർ ലവ് എന്താണെന്ന് നമ്മൾ അറിയുന്നു. ഇവിടെ നമ്മൾ ബിലീവ് ചെയ്യുന്ന ഐ ആം ഓൾറെഡി ഹോൾ. എനിക്ക് ആരെയും പോയി സാറ്റിസ്ഫൈ ചെയ്യേണ്ട, ഹോളാണ് ഞാൻ, കംപ്ലീറ്റ് ആണ്. WHO വലിയ ഹോൾ.
ഞാൻ കംപ്ലീറ്റ് ആണ്. ഐ ലവ്ഡ് ആ ഡിവൈൻ എനർജി, ഡിവൈൻ പവറിന്റെ സ്നേഹം ഇഷ്ടം പോലെ ഞാൻ അനുഭവിക്കുന്നു. ആൻഡ് ഐ ഗൈഡഡ്. എനിക്ക് കറക്റ്റ് ഗൈഡൻസ് എനിക്ക് ലഭിക്കും. ഞാൻ എന്തിനാണ് ആരെങ്കിലും കാല് പിടിക്കുന്നത്, എന്തിനാണ് ഞാൻ ഫിയർ ആവുന്നത്, എന്തിനാണ് ഞാൻ ഫോക്കസ്ഡ് അല്ലാതായി പോകുന്നത്, എന്തിനാണ് ഞാൻ സങ്കടപ്പെടുന്നത്. ആ ഒരു ഫീലിംഗ്, ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തണം. അവിടെ നമുക്കൊരു ഫീലിംഗ് ഗ്രൗണ്ടഡ് ആണ്, ക്ലിയർ ആണ്, ക്ലാരിറ്റി, ഓപ്പൺ ഹാർട്ടഡ്, ഇൻ ഫ്ലോ. ആ ഫ്ലോയിലേക്ക് നമ്മൾ പറയും. മുമ്പ് ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞു ഫ്ലോ എന്താണെന്ന്, യഥാർത്ഥ ഫ്ലോ എന്താണ്. ഒരു ഗ്രൗണ്ടഡ് ഫീലിംഗ് വരും. അവിടെ ഒരു ഈഗോ ഇല്ല. അവിടെ എനിക്കൊന്നും കാണിക്കേണ്ടതില്ല. എനിക്ക് ആരോടത്തും എനിക്ക് ഇത്രയും കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് പറയേണ്ട കാര്യമില്ല. കംപ്ലീറ്റ് ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഹൃദയം ഭയങ്കര കൊഹറൻസ്, ഓപ്പൺ ഹാർട്ട് നമ്മൾ ഓപ്പൺ ആവും. ഇമോഷണൽ സെന്റർ എന്ന് പറയുന്നത് എല്ലാ പോർട്ടലും ഓപ്പൺ ആക്കി വലിയൊരു രാജകൊട്ടാരം, മനോഹരമായ രാജകൊട്ടാരത്തിന് എല്ലാ വാതിലുകളും തുറന്നിട്ട് അതിന്റെ പരിചാരകർ നമ്മളെ ആനയിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതേപോലെ എല്ലാവരും ഉൾക്കൊള്ളാൻ ഭാഗത്തിന് നമ്മൾ വലുതാവും. ഇതാണ് ഈ ഒരു സോൾ അവേക്കണിങ്, സോൾ സെൽഫിൽ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ മറ്റു പറഞ്ഞ ഏതെങ്കിലും സെൽഫിൽ അവിടെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എപ്പോഴെങ്കിലുമൊക്കെ ഫീൽ ഉണ്ടാകും. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മെസ്സേജ് ചെയ്യാമോ? ഇഫ് യു ഫീൽ കറേജ് ടു റിവീൽ, ഇഫ് യു ഫീൽ ഓണസ്റ്റ് യുവർ ട്രൂത്ത്, യു ക്യാൻ മെസ്സേജ് ഹിയർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരും കാണും എന്ന് നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. സത്യം നമ്മൾ ഈഗോ സെൽഫിൽ നിന്ന് താഴെ ഇറങ്ങി വരിക. നമ്മൾ ആ ഈഗോ സെൽഫിൽ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. താങ്ക് യു ഹെബ. കറക്റ്റ്. ആതിര, താങ്ക് യു സോ മച്ച്. പീപ്പിൾ പ്ലേസിംഗ് ഈഗോ സെൽഫ് ആൻഡ് കണ്ടീഷൻ സെൽഫ്. സീമ, സൂപ്പർ. വൂണ്ടഡ്, സൂപ്പർ. ഇതൊരു അവയർനെസ് ആണ്. ഇത് നമ്മളോട് തന്നെ നമ്മൾക്ക് ബോധ്യപ്പെടുത്തലാണ്. ആ ബോധ്യപ്പെടുത്തലാണ് നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. ഏത് ചേഞ്ചും വരണമെങ്കിൽ അത് അവെയറാണ്. ഈ സാധനം ഇവിടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് യുവർ ഓണസ്റ്റി. ഐ അപ്രീഷിയേറ്റ് യുവർ സിൻസിയർ അറ്റൻഷൻ. താങ്ക് യു സോ മച്ച്. ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്? നമ്മളിപ്പോൾ 6 സെൽസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സോൾ അവേക്കണിങ്ങിന്റെ ബെനിഫിറ്റ്സ്. ഈ സോളിൽ വന്ന ഈ സെൽസിൽ ഈ സോൾ വന്നു കഴിഞ്ഞാൽ ആ പ്യുവർ സോൾ എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്? വെൻ യുവർ സോൾ അവേക്കൺ, യു ബിഗിൻ ടു ലീവ് വിത്ത് ഡീപ്പർ ക്ലാരിറ്റി, കണക്ഷൻ ആൻഡ് പർപ്പസ്. ഒരുപാട് ഗോൾ സെറ്റ് ചെയ്തു, പക്ഷെ ഒന്നും നടക്കുക ഒരു ഗോൾ എനിക്ക് അച്ചീവ്. എൻ്റെ അടുത്ത് പല സ്റ്റുഡൻസ്, എൻ്റെ കുട്ടികൾ പറയാറുണ്ട്, മാം എനിക്ക് ഗോളുണ്ട്, ഹങ്കർ ഉണ്ട്, പക്ഷേ എനിക്കറിയത്തില്ല എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, പക്ഷേ എനിക്ക് അതിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് പ്രശ്നം. അവിടെ ക്ലാരിറ്റി, നമ്മൾ ആ ഡീപ്പർ ക്ലാരിറ്റി ഇല്ല, ആ കണക്ഷൻ ഇല്ല, നമ്മളെ കോർ സെൽഫുമായിട്ട്, ഡിവൈൻ സെൽഫുമായിട്ടുള്ള കണക്ഷൻ ഇല്ല, പേർപ്പസുമായിട്ട് കണക്ഷൻ അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഗോളുകളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ ഡീപ്പർ ഡൈവ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ ആ വാതിലുകൾ ഓപ്പൺ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളുടെ ആ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ നിന്ന് പോകും. ഞാൻ ഇതിനകത്ത് ഒരു ദൈവം, മതം അങ്ങനത്തെ ഒരു സാധനവും ഇല്ല. നമ്മളുടെ ഹയർ കോൺഷ്യസ്നെസ് എനർജി, ഹയർ എനർജിയുമായിട്ടുള്ള കണക്ഷൻ, അത് മാത്രമാണ് പറയുന്നത്. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഭയങ്കരമായിട്ട്, നിങ്ങൾ എഴുതുന്നവരാണെങ്കിൽ അസാധ്യമായ എഴുത്തുകാരായി മാറും. ഹീലിംഗ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെ ഹീലിംഗ് ഉണ്ടാകേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്യപ്പെടാൻ എളുപ്പമായിരിക്കും. ടീച്ചിങ്ങും കോച്ചിങ്ങും ഇതെല്ലാവർക്കും ദ ബെസ്റ്റ് പെർഫോമൻസ്. ആ ക്രിയേറ്റീവ് സൈഡ് എപ്പോഴും നമ്മൾ ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അത് ലൈവനാവും. കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് കണ്ണടച്ചുകൊണ്ട് നമ്മൾ സോളിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ ആ ബാക്ക് ടു നമ്മളെ ഹോമിലേക്ക് പോകുന്നു. നമ്മളുടെ സോളിനോട് പറയണം, ഐ സീ യു, എനിക്ക് നിന്നെ കാണാൻ പറ്റും, ഐ എം റെഡി ടു കം ഹോം. ഞാൻ എൻ്റെ സോളിലേക്ക് വരാൻ ഞാൻ റെഡിയാണ്. ഐ വോണ്ട് ഓൾ ദാറ്റ് യു ഹാവ് ബീൻ ത്രൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്രയും കാലം ഞാൻ സോളിനെ ഇഗ്നോർ ചെയ്തത്, സോൾ ഇങ്ങനെയായിരിക്കും അതിനെ എടുക്കുക. ഞാനിപ്പോ സോളിനോട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ സോൾ എന്തായിരിക്കും എനിക്ക് മറുപടി തരിക? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നത്തെ ദിവസം യൂസ് ചെയ്യേണ്ട അഫർമേഷൻ, ഐ റിട്ടേൺ ടു മൈസെൽഫ് വിത്ത് ലവ്, ഗ്രേസ് ആൻഡ് ജെന്റിൽ അവയർനെസ്. I return to myself with love, grace and gentle awareness. With love, grace and gentle awareness. ഞാൻ എന്നിലേക്ക്, എൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു.
വളരെ ഗ്രേസോടുകൂടി ആ ജെന്റിലായിട്ടുള്ള അവയർനെസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ ബോധ്യത്തിലാണ് ഞാനിപ്പോൾ, ബോധത്തിലാണ്. അപ്പം ശരിക്കും സോൾ അപ്പോൾ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, കം കം ഹോം, ദിസ് ഈസ് ദ റൈറ്റ് മൊമെന്റ്, ദിസ് ഈസ് ദാറ്റ് മൊമെന്റ്. സോളിന് ഭയങ്കര സന്തോഷമായിരിക്കും, സോളിന് ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും. ഉറങ്ങുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, സമയം കിട്ടുമ്പോഴൊക്കെ ഈ കൈ എടുത്ത് നമ്മുടെ ഹാർട്ടിൽ വെച്ചിട്ട് ഐ ആം ഹോം, ഞാൻ എൻ്റെ ഹോമിലാണ്. ആ അവയർനെസ് കൊടുക്കാനാണ് ഇത്. പല പ്രാവശ്യം ചെയ്യുക, ഐ ആം ഹോം, ഐ ആം ഹോം, പല പ്രാവശ്യം അത് ചെയ്യണം ഉറങ്ങുന്നതിന് മുൻപ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. വളരെ കൃത്യമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇതിലെന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. അക്കൗണ്ടബിലിറ്റി പാർട്ണർ നിങ്ങളാണ്, നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ. ബി ട്രൂ ടു യുവർ സെൽഫ്. വേറൊരാളുമല്ല നിങ്ങളുടെ സോളിനോടാണ് നിങ്ങൾ അക്കൗണ്ടബിൾ ആകേണ്ടുന്നത്. നിങ്ങളുടെ ട്രൂ സെൽഫാണ് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ണർ. ഒരിക്കലും ബി ദ പേഴ്സൺ യുനോ ഹോണസ്റ്റി ആയിട്ടുള്ള ഒരാളായി മാറാം. ട്രൂത്താണ്, ട്രൂത്ത്, ലവ്, കമ്പാഷൻ നമ്മളോട് കൊടുക്കേണ്ട ഇമോഷൻസ് ഇന്നത്തെ ദിവസം, ഇന്ന് മുതൽ 11 ദിവസം. സോ അതൊരു വളരെ സെക്രഡ് ആയിട്ടുള്ള ഒരു ആക്ഷനായിട്ട് ഈ കാര്യങ്ങളെല്ലാം കാണുക. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു തിരിച്ചുപോക്കാണ് നമ്മുടെ ട്രൂ സെൽഫിലേക്കുള്ളത്. ആ ഒരു ജേണിയിൽ നിങ്ങൾ എല്ലാവരെയും ഒപ്പം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഉള്ള ഒരു ജേണിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മളെല്ലാ ആത്മാക്കളും സോൾസും ഒരു പ്യുവറായിട്ടുള്ള എലിവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോവാണ്. അപ്പം നിങ്ങൾ ആ സോള്, നമ്മൾ ഓരോരുത്തരെയും സോളിനെയും കാണുന്നുണ്ടാവും, ഓരോ സോളിനെയും നമ്മൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഒരു സോളിന് അവേക്കൻഡ് സോളിന് കൃത്യമായിട്ട് അനന്തര അവേക്കൻഡ് സോളിനെ തിരിച്ചറിയാൻ പറ്റും ഈ ജേണിയിൽ. അതാണ് ഇതിൻ്റെ ഒരു രസമുണ്ടല്ലോ. ഉറപ്പായിട്ടും തിരിച്ചറിയാൻ പറ്റും. യു ഫീൽ ദാറ്റ്, ട്രസ്റ്റ് മീ. അപ്പോൾ നമുക്ക് അടുത്ത സെഷൻ വരുന്നത് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും, അതറിയിക്കാം. എല്ലാ ദിവസത്തെയും വീഡിയോ രൂപത്തിലോ അല്ലെങ്കിൽ ഓഡിയോ രൂപത്തിലോ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗ്രൂപ്പിലിടുന്നുണ്ടാവും. ക്ലിയർ? എനി ഷെയർ എന്തെങ്കിലും പറയാനുണ്ട്? വീഡിയോ ഇടൂലോ അല്ല, ഇതിന്റെ ഇത് കൂട്ടി ഇടൂലോ അല്ലെ? റെക്കോർഡിംഗ് സെക്ഷൻ ഇടാം, തീർച്ചയായിട്ടും ഇടും. ഓക്കെ. നമ്മളുമായിട്ട് സ്നേഹത്തിലാകുന്ന, കമ്പാഷനേറ്റ് ആകുന്ന, നമ്മളുടെ ഉള്ളിലേക്ക് സ്നേഹം അന്വേഷിച്ചെത്തുന്ന, നമ്മുടെ ആത്മാവിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അപൂർവ അവസരമാണ് ഇത്. വിട്ട് കളയരുതേ. ഇടയ്ക്ക് എവിടെ ഇട്ടിട്ട് പോകാം. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ മാക്സിമം സത്യം പറയാൻ ശ്രമിക്കുക. 3 കാര്യങ്ങൾ: കംപ്ലൈനിങ്ങും, ബ്ലെയിമിങ്ങും, ക്രിറ്റിസിസവും, ജഡ്ജ്മെന്റും ഒഴിവാക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് എലിവേറ്റ് ചെയ്യാൻ പറ്റും. ആ എനർജി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും മാക്സിമം. ആൻഡ് ഓൾവേസ് കണ്ണാടി എവിടെ കണ്ടാലും ഐ ആം ഹോം, ഐ ലവ് യു. സോളിനോടാണ് അത് പറയുന്നത്. ഐ ലവ് യു, ഐ ആം സോൾ, ഐ ആം ഹോം. ഞാൻ എൻ്റെ വീട്ടിലെത്തി. ആ അവയർനെസ് എപ്പോഴും കണ്ണാടി ഉണ്ടായാലും പറയാൻ പ്രാക്ടീസ് ചെയ്യുക.